ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധത്തിന് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രള്ള ഉത്തരവിടുമോ? അങ്ങനെ വന്നാൽ ഹിസ്ബുള്ളയ്ക്ക് ആയുധവും പരിശീലനവും നൽകുന്ന ഇറാൻ അവർക്കൊപ്പം ചേരാൻ താമസമുണ്ടാകില്ല. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരു യുദ്ധമുഖത്തിന് സാഹചര്യമൊരുങ്ങുന്നു. സമ്പൂർണ്ണ യുദ്ധത്തിലേക്കെന്ന് സൂചന നൽകി ഇസ്രായേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ലബനൻ ഇതോടെ ചോരക്കളമാകുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യോമാക്രമണങ്ങളിൽ തെക്കൻ ലബനനിൽ 274 പേർ കൊല്ലപ്പെട്ടു. 1000-ലേറെ പേർക്ക് പരിക്കേറ്റു. പലരുടെയും നില അതീവ ഗുരുതരം. 2006-ലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം മിഡിൽ ഈസ്റ്റ് കണ്ട ഏറ്റവും വലിയ പോരാട്ടത്തിന് ബെയ്റൂട്ട് സാക്ഷിയാവുകയാണ്. തിങ്കളാഴ്ച ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 24 കുട്ടികളടക്കം 492 പേരാണ് മരണമടഞ്ഞത്. 2006-ലെ ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന് ശേഷം ഇത്രയധികം പേർ ആക്രമണത്തിൽ മരിക്കുന്നത് ഇപ്പോഴാണ്. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള സൈനിക നടപടി വ്യാപിപ്പിക്കുന്നതിന്റെ ഭാഗമായി തെക്കും കിഴക്കും ലബനനിൽ നിന്ന് ഒഴിഞ്ഞുപോകാൻ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ചിരുന്നു. ഹിസ്ബുള്ളയുടെ തെക്കൻ ലബനനിലെ കമാൻഡർ അലി കരാക്കയെ ലക്ഷ്യമിട്ടാണ് ആക്രമണമെന്ന് ഇസ്രായേൽ പറഞ്ഞു. 1300 ഇടത്ത് ആക്രമണം നടത്തിയെന്നും അറിയിച്ചു. ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണം ശക്തമായതോടെ തെക്കും കിഴക്കും ഭാഗങ്ങളിൽ നിന്ന് കൂട്ടപലായനം നടക്കുകയാണ്. തെക്കുള്ള തുറമുഖ നഗരമായ സീദോനിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നും തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് ഒഴിഞ്ഞു പോകുന്നവരുടെ വാഹനങ്ങൾ കൊണ്ട് റോഡുകൾ നിറഞ്ഞിരിക്കുന്നു. 2006-ലെ ഹിസ്ബുള്ള ഇസ്രായേൽ യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ പലായനമാണിത് എന്നും കണക്കാക്കുകയാണ്. ലബനനിലെ സ്കൂളുകളും സർവകലാശാലകളും അടയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നു. തെക്ക് നിന്ന് പലായനം ചെയ്യുന്നവർക്കായി അഭയ കേന്ദ്രങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. അടിയന്തരമായി ആവശ്യമില്ലാത്ത ശസ്ത്രക്രിയകൾ മാറ്റിവെക്കാൻ തെക്കൻ ലബനനിലെയും കിഴക്കുള്ള ബെക്കാവാലിയിലെയും ആശുപത്രികളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ ആക്രമണം വ്യാപകമാകുന്ന പശ്ചാത്തലത്തിൽ പരിക്കേറ്റെത്തുന്നവരെ ചികിത്സിക്കാനുള്ള സൗകര്യം ഒരുക്കാനാണിത്. സിറിയയുമായി അതിർത്തി പങ്കിടുന്ന ലബനന്റെ കിഴക്കൻ പ്രദേശത്തെ ബെക്കാവാലി, മധ്യ ലബനനിലെ ബാബിലോസ്, വടക്ക് കിഴക്കുള്ള ബാൽബെക്, ഹെർമൽ എന്നിവിടങ്ങളിലും വ്യോമാക്രമണമുണ്ടായി. ഇസ്രായേൽ ലബനൻ അതിർത്തിയിൽ നിന്ന് 130 കിലോമീറ്റർ ദൂരെയാണ് ബാബിലോസ്. 2023 ഒക്ടോബറിൽ ഇസ്രായേൽ ലബനൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷം ലബനന് ഇത്ര ഉള്ളിലേക്ക് ആക്രമണം നടക്കുന്നത് ആദ്യമാണ്. ലബനൻകാരോട് ഇസ്രായേൽ ഒഴിഞ്ഞു പോകാൻ ഉത്തരവിടുന്നതും ഇത് ആദ്യം. ഞായറാഴ്ച ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ വിപുലമായ റോക്കറ്റ് ആക്രമണം നടത്തിയതിനു പിന്നാലെയാണ് ഈ നടപടി. 150ഓളം റോക്കറ്റും മിസൈലും ഡ്രോണും വടക്കൻ ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള തൊടുത്തിരുന്നു. ഹിസ്ബുള്ളയുടെ ഉന്നത കമാൻഡർ ഇബ്രാഹിം അഖിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനുള്ള തിരിച്ചടിയായിരുന്നു ഇത്. ലബനനിൽ കരയാക്രമണത്തിന് ഇസ്രായേലിന് പദ്ധതിയില്ല എന്നും വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നുമാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഗലീലയിലെ ഇസ്രായേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെ റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ളയും പറയുന്നു. ഹൈഫയിൽ സ്ഥിതി ചെയ്യുന്ന റഫാൽ പ്രതിരോധ കമ്പനി ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി. ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് സമീപമുള്ള ജനങ്ങൾ എത്രയും വേഗം ഒഴിയണമെന്ന ഇസ്രായേൽ മുന്നറിയിപ്പ് തുടരുകയാണ്. മണിക്കൂറുകൾക്കകമാണ് ആക്രമണം തുടങ്ങിയത്. സുരക്ഷിത മേഖലയിലേക്ക് ഒഴിയാൻ പലർക്കും സാവകാശം കിട്ടിയില്ല. അതിനു മുൻപേ യുദ്ധവിമാനങ്ങൾ താഴ്ന്നു പറന്ന് ആക്രമിച്ചു. ബെയ്റൂട്ടിന് കിഴക്കുള്ള ബേഖ താഴ്വരയും ഉടൻ ആക്രമിക്കപ്പെടും എന്നാണ് റിപ്പോർട്ടുകൾ. ഹമാസിനെ പിന്തുണച്ച് വടക്കൻ ഇസ്രായേലിന് നേരെ റോക്കറ്റ് ആക്രമണം നടത്തുകയാണ് ഹിസ്ബുള്ള. ലബനനിൽ കഴിഞ്ഞയാഴ്ച ഉണ്ടായ പേജർ വാക്കി ടോക്കി കൂട്ടപ്പൊട്ടിത്തെറിക്ക് പിന്നാലെ ആക്രമണം ശക്തമാക്കിയിരുന്നു. ഇതാണ് ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചത്. ജനങ്ങൾ ഒഴിഞ്ഞു പോകണമെന്നറിയിച്ച അറബി ഭാഷയിൽ 80,000-ലേറെ ഓട്ടോമേറ്റഡ് കോളുകളാണ് ഇസ്രായേൽ നൽകിയത്. ഹിസ്ബുള്ള പോസ്റ്റിൽ നിന്ന് 1 കിലോമീറ്റർ അകലേക്ക് മാറാൻ നിർദ്ദേശിച്ചു. ലബനീസ് നമ്പറിൽ നിന്നാണ് കോൾ എത്തിയത്. ഒപ്പം ടെക്സ്റ്റ് മെസ്സേജുകളും നൽകിയിരുന്നു. ഹമാസ് തലവനും ഗാസ യുദ്ധത്തിന് വഴി തുറന്ന ഒക്ടോബർ 7-ലെ കൂട്ടക്കുരുതിയുടെ സൂത്രധാരനുമായ യഹ്യ സിൻവർ കൊല്ലപ്പെട്ടോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോഴും ഇസ്രായേൽ. ശനിയാഴ്ച ഗാസ സിറ്റിയിൽ അഭയാർത്ഥികൾ തങ്ങിയ സ്കൂളിൽ ഇസ്രായേൽ ബോംബിട്ടിരുന്നു. കൊല്ലപ്പെട്ട 22 പേരിൽ യഹ്യയും ഉണ്ട് എന്നാണ് അഭ്യൂഹം. ഹമാസിന്റെ കമാൻഡ് സെന്ററാണ് സ്കൂൾ. കൊല്ലപ്പെട്ടതിന്റെ തെളിവൊന്നും ലഭിച്ചില്ല എന്ന് ഇസ്രായേൽ വൃത്തങ്ങൾ പറയുന്നു. ചില മൃതദേഹങ്ങൾ നടത്തിയ DNA ടെസ്റ്റ് നെഗറ്റീവാണ്. ഈ മാസം ആദ്യം യഹ്യയുടേത് എന്ന പേരിൽ ഹമാസ് പുറത്തുവിട്ട 2 കത്തുകൾ മറ്റാരോ തയ്യാറാക്കിയതാണ് എന്നും ഇസ്രായേൽ കരുതുന്നു. ന്യൂസ് ഡെസ്ക് കർമാനൂസ്.